സത്യത്തിൽ എന്താണ് ഈ അഭിധ? എന്താണ് ഈ ലക്ഷണ? എന്താണ് ഈ വ്യഞ്ജന? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ശബ്ദത്തിൻ്റെ 3 ശക്തികളാണ്. പക്ഷേ ശബ്ദത്തിൻ്റെ ശക്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ശക്തികൾ എന്ന പ്രയോഗം വിട്ടേക്ക്. നമുക്ക് ലളിതമായി ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ഇപ്പം ഞാനൊരു വാക്ക് പറയാം, പശു. ഞാൻ പശു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വന്നത്? 4 കാലുള്ള ഒരു മൃഗത്തിൻ്റെ രൂപം. ഈ രൂപം നിങ്ങളുടെ മനസ്സിൽ വരാനുള്ള കാരണം എന്താണ്? പശു എന്ന പദം അതിൻ്റെ അർത്ഥത്തിനെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബോധിപ്പിച്ചതുകൊണ്ടാണ് പശു എന്ന 4 കാലുള്ള ഒരു മൃഗത്തിൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ വന്നത്. അപ്പോൾ ഒരു പദം ഒരു അർത്ഥത്തിനെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കാണ് ശബ്ദശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദം ഒരു അർത്ഥത്തിനെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന രീതികളാണ് അഭിധ, ലക്ഷണ, വ്യഞ്ജന. ഇനി നമുക്ക് അഭിധ എന്താണെന്നും ലക്ഷണ എന്താണെന്നും വ്യഞ്ജന എന്താണെന്നും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമുക്ക് പഴയ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ ആദ്യം ഇതിനെ മനസ്സിലാക്കാം. അതിനുശേഷം ഇന്നത്തെ കാലത്തുള്ള ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് അത് അപ്ലൈ ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി സ്വയമേവ അഭിധയെയും ലക്ഷണയെയും വ്യഞ്ജനയെയും ഐഡന്റിഫൈ ചെയ്യുവാനും അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നവരായി നിങ്ങൾ മാറും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് അഭിധ? പദം അതിൻ്റെ ഡയറക്റ്റ് അർത്ഥം ബോധിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റാണ് അഭിധ. ഗംഗ പ്രവഹതി. എന്താണ് അർത്ഥം? ഗംഗ ഒഴുകുന്നു, പ്രവഹിക്കുന്നു. ഗംഗ എന്നാൽ ഗംഗാ നദി എന്നാണ് അർത്ഥം. പ്രവഹതി, പ്രവഹിക്കുന്നു. നോക്കൂ, ഡയറക്റ്റ് അർത്ഥമാണ് ഇവിടെ ബോധിപ്പിച്ചത്. ഗംഗാ നദി ഒഴുകുന്നു. ഇതാണ് അഭിധ, ഡയറക്റ്റ് മീനിങ് കൺവേ ചെയ്യുന്ന കോണ്ടെക്സ്റ്റ്. ഇനി എന്താണ് ലക്ഷണ? ഒരു പദത്തിന്റെ ഡയറക്റ്റ് അർത്ഥം യോജിക്കാതിരിക്കുമ്പോൾ, ഡയറക്റ്റ് അർത്ഥം വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റീവായ മറ്റൊരർത്ഥത്തെ ബോധിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റ്, അതാണ് ലക്ഷണ. ഇപ്പൊ ഗംഗായാം ഘോഷഃ, ഗംഗയിൽ കുടിൽ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഡയറക്റ്റ് അർത്ഥം. പക്ഷേ ഈ അർത്ഥം ഇവിടെ യോജിക്കില്ല. ഗംഗാ നദിയിൽ വീട് അല്ലെങ്കിൽ കുടിൽ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. നദിയിൽ അഥവാ വീട് വെച്ചാൽ തന്നെ അത് അങ്ങ് ഒഴുകിപ്പോകും. അപ്പോൾ ആ അർത്ഥം ഇവിടെ യോജിക്കില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിലേറ്റീവായ അർത്ഥമാണ് യോജിക്കുക. ഗംഗാ തീരത്തിൽ വീട് ഉണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗംഗയുടെ കരയിൽ വീടുണ്ട്. അപ്പോൾ തീര ശബ്ദമാണ് അവിടുത്തെ റിലേറ്റീവ് അർത്ഥമായിട്ട് വരിക. ഇങ്ങനെ റിലേറ്റീവ് അർത്ഥം വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ലക്ഷണ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് അർത്ഥം വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ റിലേറ്റീവായ അർത്ഥം പ്രവർത്തിക്കുന്നു. അത്തരം കോണ്ടെക്സ്റ്റുകളാണ് ലക്ഷണ. ഇനി എന്താണ് വ്യഞ്ജന? ഒരു പദം അതിൻ്റെ ഡയറക്റ്റ് അർത്ഥവും റിലേറ്റീവ് അർത്ഥവും ബോധിപ്പിക്കാതെ ആ പദത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ ആണ് വ്യഞ്ജന. ഇംപ്ലിസിറ്റ് മീനിങ് കോണ്ടെക്സ്റ്റുകൾ എന്നർത്ഥം. ഗംഗായാം ഘോഷഃ, ഗംഗയുടെ തീരത്ത് വീട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരർത്ഥം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ അർത്ഥം എന്താണ്? വീട് നിൽക്കുന്നത് വളരെ ശാന്തമായ പ്രദേശത്താണ്, വളരെ പവിത്രമായ പ്രദേശത്താണ്. ഗംഗയുടെ തീരമായതുകൊണ്ട് ആ പവിത്രത അവിടെ വരുന്നു. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള പ്രദേശത്താണ്. ഒരു പുഴയുടെ തീരമൊക്കെ എപ്പോഴും പ്രകൃതി സൗന്ദര്യം ഉള്ളതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലെ അർത്ഥമായി നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢങ്ങളായ അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റുകളും ഉണ്ട്. അത്തരം കോണ്ടെക്സ്റ്റുകളാണ് വ്യഞ്ജനയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പൊ പറഞ്ഞ ഈ 3 രീതികൾ
പുതിയ കാലത്തിലെ ഉദാഹരണങ്ങളിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഇത് പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. കാരണം അഭിധയും ലക്ഷണയും വ്യഞ്ജനയും ഗംഗായാം ഘോഷഃ എന്ന വാക്യത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നല്ല. ഏത് കാലത്തും ഏത് പദത്തിലും അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇക്കാര്യങ്ങൾ. നമുക്ക് ചരക സംഹിത എന്ന പദം വെച്ച് ഇതിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. സഹ ചരക സംഹിത ഏവ എന്നൊരു വാക്യം. അവൻ ചരക സംഹിത തന്നെയാണ്, അല്ലെങ്കിൽ അവൻ ചരക സംഹിതയാണ്. ഇതാണ് ഇതിന്റെ ഡയറക്റ്റ് അർത്ഥം. ഈ ഡയറക്റ്റ് അർത്ഥത്തെയാണ് നമ്മൾ അഭിധ എന്ന് പറയുന്നത്. അപ്പോ അഭിധാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ചരക സംഹിതയാണ് എന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഡയറക്റ്റ് അർത്ഥം യോജിക്കില്ല. കാരണം മനുഷ്യൻ ഒരു പുസ്തകമാവില്ലല്ലോ, ഒരാൾ ഒരു ചരക സംഹിതയാവില്ലല്ലോ ഒരിക്കലും. അപ്പോൾ ഡയറക്റ്റ് അർത്ഥം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിലേറ്റീവായ അർത്ഥത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അല്ലെങ്കിൽ റിലേറ്റീവായ അർത്ഥമായിരിക്കും അവിടെ യോജിക്കുക, വർക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ അർത്ഥം എങ്ങനെ ആയി നമ്മൾ കണക്കാക്കണം? അവൻ ചരക സംഹിതയാണ് എന്ന് പറയുമ്പോൾ ചരക സംഹിതയിലെ മുഴുവൻ അറിവും അവനിലുണ്ട് എന്ന അർത്ഥമാണ് അവിടെ സ്വീകരിക്കേണ്ടത്. ഈ റിലേറ്റീവായ അർത്ഥത്തെ സ്വീകരിക്കുന്ന കോണ്ടെക്സ്റ്റ് ലക്ഷണ. അപ്പൊ ലക്ഷണാദൃഷ്ടിയിൽ ഇതിന്റെ അർത്ഥം എങ്ങനെ വരും? അവൻ ചരക സംഹിതയാണ് എന്ന് പറയുമ്പോൾ ചരക സംഹിതയിലെ മുഴുവൻ അറിവും ഉള്ളവനാണവൻ. ഇതുപോലെ നമ്മൾ സാധാരണഗതിയിൽ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാറുണ്ട്. അവനൊരു ഡിക്ഷണറിയാണ്, അവനൊരു ടെക്കിയാണ്, ടെക്നോളജിയൊക്കെ അറിയുന്ന ആളെ നമ്മൾ അവനൊരു ടെക്കിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ലക്ഷണയായി വരും. ഇനി ഇതേ വാക്യത്തിൽ നിഗൂഢമായ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥവും നമുക്ക് കണ്ടെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം പറയുമ്പോൾ അത് വ്യഞ്ജനയുടെ കോണ്ടെക്സ്റ്റായി മാറും. നോക്കൂ, അവൻ ചരക സംഹിതയാണ് എന്നതിലെ നിഗൂഢാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചരക സംഹിത പ്രകാരം ആയുർവേദ ജീവിതം നയിക്കുന്നവനാണ്, അല്ലെങ്കിൽ നയിക്കുന്ന ഒരാളാണ്. ചരകന്റെ ചികിത്സാ പ്രാവീണ്യം അവനിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അത്തരം കോണ്ടെക്സ്റ്റുകൾ വ്യഞ്ജന കോണ്ടെക്സ്റ്റുകളായി മാറും. അപ്പൊ ഓർക്കുക, ഡയറക്റ്റ് മീനിങ് ആണ് അഭിധ, റിലേറ്റീവ് മീനിങ് കോണ്ടെക്സ്റ്റുകളാണ് ലക്ഷണ, ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ അന്തർലീനമായി കിടക്കുന്ന മീനിങ്ങിന്റെ കോണ്ടെക്സ്റ്റുകളാണ് വ്യഞ്ജന. അപ്പൊ നിങ്ങൾ ഓരോ കോണ്ടെക്സ്റ്റുകളെയും ഇനി ഐഡന്റിഫൈ ചെയ്യുവാൻ ശ്രമിക്കൂ. ഡയറക്റ്റ് മീനിങ് കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, റിലേറ്റീവ് മീനിങ് കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, ഇംപ്ലിസിറ്റ് മീനിങ് കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇത് ശാസ്ത്രഭാഷയുടെ എക്സാക്റ്റ് നിർവചനമോ വ്യാഖ്യാനമോ ഒന്നുമല്ല. എന്നാൽ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും.